6 സെന്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്, 2020 പഞ്ചായത്തിൽ. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രമായിട്ടാണ് വീട് വരുന്നത്. 6 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 5 ബെഡ്റൂമുള്ള മനോഹരമായിട്ടുള്ള വീട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. ട്രഡീഷണൽ ഡിസൈനിൻ്റെ എലമെൻറ്റുകളാണ് കൂടുതൽ വീടിൻ്റെ ഡിസൈനിൽ വരുന്നത്. കണ്ടംപററി ഡിസൈനിൻ്റെ ഭാഗമായിട്ടുള്ള പർഗോളകളും സ്ക്വയർ ടൈപ്പ് ഡിസൈനും എല്ലാം വരുന്നുണ്ട്. ഒരു ഭാഗത്ത് എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വരുമ്പോൾ ക്ലാഡിംഗ് സ്റ്റോണുകളാണ് നൽകിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തെല്ലാം സ്ക്വയർ ടൈപ്പ് ഡിസൈൻ നമുക്ക് കാണാം. ഈ ഒരു സൈഡിലേക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ മുകൾ ഭാഗത്ത് വരുന്നത് വലിയ ബാൽക്കണിയാണ്. വലിയ ബാൽക്കണി, ഫുള്ളി കവേർഡായിട്ടുള്ള ബാൽക്കണി കൊടുത്തിരിക്കുന്നു. അതിന് മുകളിലായിട്ട് ടെക്സ്ചർ വർക്ക് കാണാം. പിന്നെ വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് ഈ കാണുന്ന ഗേറ്റ് ലൈറ്റാണ്. ഗേറ്റ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു പില്ലറിൽ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന റോഡാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പ് പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മതിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഈ വീടിൻ്റെ മതിൽ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ്. ഗ്രീൻ കളർ പെയിൻറ്റ് താഴെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകളാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ ഇങ്ങനെ ഈ മതിലിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 പില്ലറുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ വീടുകളിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല ഈ ഡിസൈൻ. അങ്ങനെ ഒരു ഡിസൈൻ ഈ ഭാഗത്തും വരുന്നുണ്ട്, ഈ ഭാഗത്തും നൽകിയിരിക്കുന്നു. ഡെക്വുഡും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് വരുന്നത്. സെൻറ്റർ ഭാഗത്ത് GI ഷീറ്റ് CNC മെഷീനിൽ കട്ട് ചെയ്ത് ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് ഗേറ്റ്. മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള മുറ്റമാണ്. 6 സെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വിശാലമായിട്ടുള്ള മുറ്റം നമുക്ക് ലഭിക്കുന്നു. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഈ കാർ പോർച്ചിൽ വിരിച്ചിരിക്കുന്ന ടൈലുകൾക്ക് വ്യത്യാസമുണ്ട്. ഒരു ഡിസൈനർ ടൈലാണ് കാർ പോർച്ചിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഡിസൈനുള്ള മനോഹരമായിട്ടുള്ള രീതിയിൽ നല്ല ഗ്രിപ്പുള്ള രീതിയിലുള്ള ടൈൽ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാർ പോർച്ചിലാണ്. കാർ പോർച്ചിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലുള്ള ഒരു ജനൽ 3 പാളിയുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോയാണ് വരുന്നത്. അപ്പോൾ ഒരു വലിയ വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കിണർ വെള്ളമാണ് ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് കിണർ. കിണറിൻ്റെ ചുറ്റും ടെക്സ്ചർ വർക്ക് ചെയ്ത് നമ്മുടെ ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നു. ചെറിയൊരു ഗ്രീനറിക്ക് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഗാർഡൻ സ്പേസും നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ക്ലാഡിംഗ് സ്റ്റോണുകൾ ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് ഒട്ടിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ ഈ ഭാഗത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുറകുവശത്തേക്കാണ് പോകുന്നത്. താഴെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ പുറകുവശത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമുള്ള സ്പേസ് ഉണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 11 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം. വീടിൻ്റെ പുറകുവശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ പുറകുവശത്തും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം ഒരു 200 മീറ്റർ താഴെയാണ് ദൂരം വരുന്നത്. കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററും അകലമുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ പില്ലറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്രാനൈറ്റിൻ്റെ കോർണർ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ക്ലാഡിംഗ് സ്റ്റോണും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പില്ലർ ഈ ഭാഗത്തും വരുന്നുണ്ട്. ഇത് സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന പില്ലറാണ്. വലിയ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ വരുന്നത്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, വലിയ സിറ്റ് ഔട്ട്. സാധാരണ വീടുകളിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി വലിയ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു. തേക്കൂട്ടിലാണ് ഫ്രണ്ട് ഡോറ് നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള മെയിൻ ഡോറാണ് വരുന്നത്. തേക്കൂട്ടാണ്. അത് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ലിവിങ് ഏരിയ വരുന്നത്. ഗ്ലോസി ആയിട്ടുള്ള വലിയ പെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ പുറകിൽ നോക്കിയാൽ ഒരു 2-3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ഒരു 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്.
TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ്. ഇവിടെ ക്യൂരിയോസ് ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് LED കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് TV വരുന്ന ഭാഗം. മുകളിൽ ഭാഗത്തായിട്ട് ലെഡ്ജ് കൊടുത്തിരിക്കുന്നു. താഴെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു RC ഡ്രൈവ് കാണാം. അതിനിടയിലെല്ലാം ക്യൂരിയോസ് വെക്കാവുന്ന രീതിയിലുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. അധികം ഫോൾ സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് പ്രൊഫൈൽ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് വരുന്നത്. നോക്കിയാൽ അറിയാം, നല്ല നീളത്തിലുള്ള ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കാണാം. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മരത്തിൻ്റെ ഡിസൈനുള്ള മച്ചിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് അവിടെ വരുന്നത്. ഇവിടെ ആയിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഗോൾഡൻ ഡിസൈനുള്ള വാൾ ടൈല് പോലെയുള്ള ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ LED വരുന്നുണ്ട്. സെറയുടേതാണ് വാഷ് ബേസിൻ. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഭാഗം നല്ല ഉള്ളിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഈ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്നതിനാവശ്യമായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. ഈ ഭാഗത്തെല്ലാം നമുക്കൊരു ക്യൂരിയോസ് വയ്ക്കാൻ സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ RC ഡ്രൈവ് വരുന്നു. 2 LED ലൈറ്റുകൾ, ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ വരുന്നു. ഇവിടെയും അതുപോലെ തന്നെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് U ഷേപ്പിലാണ് വരുന്നത്. നമുക്ക് നോക്കിയാൽ ഇങ്ങനെ U ഷേപ്പിലാണ് വരുന്നത്. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് വാൾ ടൈല് കൊടുത്തിരിക്കുന്നത് ഗ്രേയും വൈറ്റും കളറുള്ള ടൈലുകളാണ്. ഇവിടെയാണ് കിച്ചൺ വിൻഡോ വരുന്നത്. 4 പാളിയുള്ള കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ സിങ്ക് കൊടുത്തിരിക്കുന്നു. 2 ബോക്സുള്ള സിങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാപ്പുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ധാരാളം കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം. നമുക്കറിയാം, ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെയും ഒരുപാട് കബോർഡുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി കോൺക്രീറ്റിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ടൈപ്പ് ടൈല് തന്നെയാണ് മോഡലിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു സിങ്കും ടാപ്പും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഈ വാഷ് കൗണ്ടറിനോട് ചേർന്നാണ് ആ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഡോറുകളെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഡോറുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു 3 പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 പാളി ജനൽ ഇവിടെ വരുന്നുണ്ട്. കബോർഡുകൾ സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. അത് എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡുകൾ വരുന്നുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ഈ കബോർഡിൻ്റെ ഭാഗമാണ്. മുകളിൽ ഫോൾ സീലിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഈ സീലിംഗിൽ തന്നെ പ്രൊഫൈൽ LED ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോർ. 80mm വുഡിൻ്റെ ഡിസൈനിലാണ് ഫൈബർ ഡോർ കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങിങ് ക്ലോസറ്റുമാണ് വരുന്നത്. ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. നല്ല നീളത്തിലുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാത്റൂമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷൻ മുകളിൽ എക്സോസ്റ്റ് ഫാനിൻ്റെ പോയിൻ്റാണ് വരുന്നത്. ഇവിടെയാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ സെൻറ്റർ ഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് ഷവറും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ രണ്ടാമത്തെ ബെഡ്റൂമായി. ഇതാണ് ആ ബെഡ്റൂം. ഈ ബെഡ്റൂമും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. ഇവിടെ ഒരു ബേ വിൻഡോ പോലെ ചെയ്തിട്ടുണ്ട്. വിൻഡോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാവുന്ന സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഫോൾ സീലിംഗ് വർക്കിന് പകരം പ്രൊഫൈൽ LED ലൈറ്റുകൾ അതിൻ്റെ ഇതിൽ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. കോൺക്രീറ്റിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ബാത്റൂം. സെയിം ടൈപ്പ് ബാത്റൂം ഡോർ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്.
ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് വരുന്നത്. സെപ്പറേറ്റ് ഡിസൈനാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെ വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനമാണ്. ഇവിടെ വെന്റിലേഷൻ വേണ്ടിയിട്ടുള്ളതിന് മുകളിൽ എക്സോസ്റ്റ് ഫാൻ. ഇവിടെയാണ് ക്ലോസറ്റുമായിട്ട് ടാങ്കും വരുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ നമ്മൾ കണ്ടു എന്തൊക്കെയാണ്: സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, 2 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ എന്നിവയാണ് താഴത്തെ നിലയിലേക്ക് വരുന്നത്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോവാം. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ കൊടുത്ത അതേ ഗ്രാനൈറ്റ് തന്നെയാണ്. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ജനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് കയറി വരുന്നത്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് മുകളിൽ പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ കോവ് LED ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ഇതാണ് ബെഡ്റൂം. 5 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. പക്ഷേ ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. ഇവിടെ ഒരു 3 പാളി ജനൽ, ഇവിടെയും ജനൽ വരുന്നുണ്ട്. ഫ്ലോർ ടൈലുകളെല്ലാം സെയിം തന്നെയാണ്. താഴെ കൊടുത്തിരുന്ന അതേ ഫ്ലോർ ടൈല് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതാണ് ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ സ്പേസിൻ്റെ നേരെ മുകളിലുള്ള സ്പേസാണിത്. അപ്പോൾ ആ വലിപ്പം തന്നെയാണ് ഇവിടെ വരുന്നത്. അതേ ഡിസൈനും ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗും. ബാത്റൂം ഇതാണ്. എല്ലാ ബാത്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. നമുക്കിങ്ങനെ നോക്കിയാൽ അറിയാം. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെയും തിരിച്ചിട്ടുണ്ട്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ട വാൾ ടൈലുകളല്ല ഇവിടെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. അവസാന ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയ നോക്കാം. ഇവിടെ യൂട്ടിലിറ്റി ഏരിയ അവൈലബിൾ ആണ്. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ നിന്ന് മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിനുള്ള ഗോവണി കൊടുത്തിട്ടുണ്ട്. ലേഡീസിനെല്ലാം പോകുന്നതിന് എളുപ്പമാണ്. ഇത് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹാൻഡ് റെയിലൊക്കെ സ്റ്റീലിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് വിൻഡോ വരുന്നുണ്ട്. ഇവിടെയും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ സ്പേസാണ്. അവിടെ അതിൻ്റെ ഔട്ട്ലെറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെയറാണിത്. നമുക്ക് ടെറസിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ഡോറ് തുറന്ന് നമുക്ക് ടെറസിലേക്ക് വരാം. വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് ടെറസായിട്ട് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് വാട്ടർ ടാങ്ക് പ്രഷറിന് വേണ്ടി ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നല്ലൊരു ആറ്റിക് ഏരിയ ഒക്കെ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു ഏരിയ ആണിത്. ഇനി ഒരു ബെഡ്റൂമും കാണാനുണ്ട്. താഴെ നമുക്ക് ബാൽക്കണിയും കൂടി നോക്കാം. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. അത് ഈ ബാൽക്കണിയിലേക്ക് പോകുന്ന ഡോറാണിത്. അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ആ ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ബേബിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2 വശത്തുമായിട്ട് കബോർഡ് കൊടുത്തിരിക്കുന്നു. പുറകിലൊരു 3 പാളി ജനലാണ്. അതുപോലെ തന്നെ ഇവിടെയും ജനൽ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് നോക്കിയാൽ അറിയാം. ഫോൾ സീലിംഗ് എന്ന് പറയാൻ പറ്റില്ല. മുകളിൽ പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ബാത്റൂമുകളെല്ലാം ഏകദേശം ഒരേ വലിപ്പമാണ്. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ടൈലുകൾക്കെല്ലാം വ്യത്യാസമുണ്ട്, അത് മാത്രമാണുള്ളൂ. ബാക്കിയെല്ലാം സെയിം ക്വാളിറ്റിയിലും സെയിം വലിപ്പത്തിലും ചെയ്തിരിക്കുന്ന ബാത്റൂം. ഇനി ബാൽക്കണി നല്ല വലിപ്പമുള്ളതാണ്. 3000 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 6 സെൻറ്റ് സ്ഥലത്താണ് വീട് വരുന്നത്. ബാൽക്കണി നോക്കിയാൽ അറിയാം, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി. നോക്കിയാൽ അറിയാം, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. ഈ ഭാഗത്തൊരു പറഗോള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പ്രൊഫൈൽ LED ലൈറ്റുകൾ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. താഴെ കണ്ട പില്ലറാണ്. ഈ കോർണർ ഭാഗങ്ങളിൽ ഗ്രാനൈറ്റും സെൻറ്റർ ഭാഗത്ത് ടൈലുമാണ് ചെയ്തിരിക്കുന്നത്. ആഡിങ് സ്റ്റോണുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്.
6 സെൻറ്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2 വാഹനം പാർക്ക് ചെയ്യാം, കിണർ വെള്ളം അവൈലബിൾ ആണ്. കൂടാതെ വാട്ടർ കണക്ഷനും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്ററാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററിൽ താഴെയാണ് അകലം വരിക. വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച 5 ബെഡ്റൂമുള്ള വീട്. വീടിൻ്റെ വിലയാണ് 1,20,00,000 രൂപ. പക്ഷേ നെഗോഷ്യബിൾ ആണ്. കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം തത്സമയം ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.